വീരമണിയുടെ അയ്യപ്പ ഭക്തിഗാനത്തെ പിൻപറ്റിയുണ്ടാക്കിയ പാരഡിയെ ചൊല്ലി വിവാദം കനക്കുമ്പോൾ വീരമണിയുടെ ഗാനത്തിന് പിന്നിലും രസകരമായൊരു പാരഡി കഥയുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകരുടെ തമിഴ് മുസ്ലിം ഗാനത്തെ പിൻപറ്റിയാണ് വീരമണിയുടെ അയ്യപ്പ ഗാനം ഒരുങ്ങിയത്. എം രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഭക്തഗാന രചയിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് വീരമണിയുടെ പള്ളിക്കെട്ട് എന്ന് തുടങ്ങുന്ന ഗാനം. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം സൂഫി സംഗീതത്തിൽ നിന്നുമാണ് വീരമണി ഈ പാട്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്കുള്ള ദക്ഷിണേന്ത്യയിലെ നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കെട്ട ഗാനത്തിന്റെ ഈണത്തിൽ ആകൃഷ്ടനായാണ് ഈ ഗാനം രചിക്കുന്നത്. അങ്ങനെയാണ് ഒരു തമിഴ് മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത്. ഇനി ഈ മുസ്ലിം സൂഫി ഗാനത്തിന്റെ ചരിത്രം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ രസകരമായ പാരഡികളുടെ കഥകൾ ഉണ്ടായേക്കാമെന്നാണ് മാപ്പിളപ്പാട്ട് ഗവേഷകൻ കൂടെയായ ഫൈസൽ എലേറ്റിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കേട്ടാൽ അറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഡിയോ ആണ്. ഇപ്പോൾ നാഗൂർ ഹനീഫയൊക്കെ ഉണ്ടാക്കിയ ഒരു പാട്ടിൻ്റെ തരംഗമുണ്ട് ഈ തമിഴ് മാപ്പിളപ്പാട്ടുകളുടെ ഇടയിൽ. ഈ പാട്ടൊന്നും ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ കുത്തകയല്ല, അത് എല്ലാവരുടേതുമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, അതങ്ങനെയാണല്ലോ പാട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണത്തിൽ നമ്മൾ പാട്ട് ചെയ്യും. അത് ഇന്ന പാട്ടുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടെത്തി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്. ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യരും സംസ്കാരവും പരസ്പരം പങ്കിട്ടാണ് കലയും സാഹിത്യവും ഒക്കെ വളരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ട് പാട്ടുകളും. ഏകനെ യാ അല്ലാ എന്നും സ്വാമിയെ അയ്യപ്പ എന്നും ഭക്തർ പാടുമ്പോൾ അവർ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദമാകണം പാട്ടുണ്ടാക്കിയവരുടെ ചേതോ വികാരം. എം രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.